Hi friends, welcome to Nancy's Tutti World. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അറബിക് വാക്സ് എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതും പിന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വാക്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. പഞ്ചസാര വേണം, നാരങ്ങ വേണം, അതുപോലെ തന്നെ ഇവിടെ 7up ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ 7up തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. പഞ്ചസാര 1 കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ചെറുനാരങ്ങ നീര്, 1/4 കപ്പ് 7up ആണ് വേണ്ടത്. പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് ചെറുനാരങ്ങ നീരും അതേപോലെ തന്നെ 1/4 കപ്പ് 7up ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ പതഞ്ഞ് പൊങ്ങും എങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്, തിളച്ച് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഹണിയുടെ കളറാവുന്നവരെ മിക്സ് ചെയ്യുക. ഹണിയുടെ കളറാകുമ്പോൾ തന്നെ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഇപ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ അപ്പം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കണം. അതിനുശേഷം ഒരു ബൗളിലേക്ക് വെള്ളം എടുക്കുക. അതിനുശേഷം നമ്മൾ ഇട്ട് വെച്ച വാക്സിൻ്റെ പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കണം. അത് ഇങ്ങനെ ചെയ്യുന്നത് വാക്സ് സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. വാക്സ് ഇതുപോലെ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി. കുറേ നാളത്തേക്ക് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നല്ല അടപ്പുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കാണ് പകർത്തുന്നത്. ഐസ്ക്രീമിൻ്റെ ഒക്കെ പാത്രമില്ല, അതിലേക്കാണ് ഞാൻ പകർത്തുന്നത്. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് മൂടി വെക്കാൻ പറ്റും, ഉറുമ്പൊന്നും കയറില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇത് നേരി ചൂടോടുകൂടി എടുത്ത ശേഷം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വാക്സ് എങ്ങനെയും ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനിത് എടുത്തത്. അപ്പോഴേക്കും ഇത് സെറ്റായി പോയി. വാക്സിൻ്റെ പാത്രം ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതുപോലെ ലൂസായി കിട്ടും. അതിനുശേഷം ചൂടുണ്ടാകുന്ന ശരിക്കും നോക്കണം കേട്ടോ. നേരി ചൂട് മതിയാവും നമുക്ക് വാക്സ് ചെയ്യാനായിട്ട്. അധികം ചൂടുണ്ടെങ്കിൽ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വാക്സ് ചെയ്യണ കാണാം. അപ്പോൾ അണ്ടർ ആമിലും അതേപോലെ തന്നെ നമ്മുടെ കാലിലൊക്കെ ഇത് വാക്സ് തന്നെ ഉപയോഗിച്ചാൽ മതി. പിന്നെ താടിയുടെ താഴെയൊക്കെ ചിലവർക്ക് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഹെയർസ്, അപ്പോൾ അവിടെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണാം. ഇതുപോലെ വീതിയിലെടുത്ത ശേഷം ഞാൻ നീളത്തിലെടുക്കുക. എന്നിട്ട് മുകളിലേക്ക് പൊക്കി എടുത്താൽ മതി. വളരെ എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പീസ് മാത്രം മതി നമുക്ക് കാല് മുഴുവനും ഹെയർ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ബെല്ലൈക്കൺ എന്ന് എനേബിൾ ചെയ്ത് ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നേടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബൈ.